കാർഷിക സർവകലാശാല വി.സി. ബി അശോകിന്റെ വീട്ടിലേക്ക് എസ്.എഫ്.ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഫീസ് വർദ്ധിച്ചതോടെ താമരശ്ശേരി സ്വദേശിയായ വിദ്യാർത്ഥി ടി.സി വാങ്ങിയതിലാണ് പ്രതിഷേധം. സഫാൻ വി.പി. ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സഫാൻ, നേരത്തെ എസ്.എഫ്.ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സംഘർഷാവസ്ഥ ഒഴിഞ്ഞിട്ടില്ലേ? അവസ്ഥയ്ക്ക് ചെറിയൊരു ഒഴിവുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം ഈ പ്രതിഷേധം തുടർന്നു. 10:15-ഓടെയാണ് 50ഓളം വരുന്ന എസ്.എഫ്.ഐ പ്രവർത്തകർ വി.സി. ബി അശോകിന്റെ വീട്ടിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഈ പ്രതിഷേധം നടക്കുന്ന സമയത്ത് വി.സി. വീട്ടിലുണ്ടായിരുന്നില്ല. ഈ പ്രതിഷേധത്തിനിടയിലാണ് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വീട്ടിലെത്തുന്നതും പ്രതിഷേധം കനക്കുന്നതും ചെയ്യുന്നത്. ഇന്ന് കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമെന്നാണ് രാത്രി എസ്.എഫ്.ഐ പ്രവർത്തകർ ഈ ഫീസ് വർധനവിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 3 ഇരട്ടിയോളം ഫീസ് വർദ്ധിച്ചത് ഈ വി.സിയുടെ ധിക്കാരപരമായ സമീപനം കൊണ്ട് ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥി സംഘടനകളുമായി അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ചയ്ക്ക് പോലും വി.സി തയ്യാറാകുന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധത്തിനിടെ എ.ഐ.എസ്.എഫിനെ CPI വിദ്യാർത്ഥി സംഘടനയെ എസ്.എഫ്.ഐ പരിഹസിക്കുന്നതും കണ്ടു. എ.എസ്.എഫ്.ഐ മൂക്കിൽ പഞ്ഞിയുമായി ശവപ്പെട്ടിയിൽ കിടന്ന സംഘടനയാണ്. PMC വിഷയം വന്നപ്പോൾ അവർ തല പുറത്തേക്കിട്ടു എന്നടക്കമുള്ള രാഷ്ട്രീയ വിമർശനവും ഉണ്ടായിരുന്നു. PMC വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ CPM മന്ത്രി ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിനെതിരെ CPI വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധത്തിലുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഒരു ബദൽ സമരം എന്ന രീതിയിൽ എസ്.എഫ്.ഐ ഇതിനെ കാണുന്നത്. CPI ഭരിക്കുന്ന മന്ത്രിയുടെ വകുപ്പിന് കീഴിലെ ഇത്തരത്തിലൊരു ഫീസ് വർധനവിനെതിരെ എന്തുകൊണ്ട് ASF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കുന്നില്ല? ഈ വിഷയത്തിൽ എസ്.എഫ്.ഐ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് എസ്.എഫ്.ഐ കഴിഞ്ഞ കാലങ്ങളിലെ ഈ സമരങ്ങളിലുണ്ട്.